ഗൗരിഭദ്ര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമുക്കിന്ന് എൻ്റെ പനിനീർ ചെടി എന്ന് പറയുന്ന ഒരു കവിതയെക്കുറിച്ചാണ് പഠിക്കേണ്ടത്. അപ്പം ഇത് എഴുതിയത് ആരാന്നൊക്കെ അറിയണ്ടേ? ജനിച്ചതെന്നാ അന്തരിച്ചതെന്നാന്നൊക്കെ അറിയണ്ടേ? നിൽക്കൂ, പറഞ്ഞുതരാം. ഇത് മേരി ജോൺ കുഞ്ഞാട്ടുകുളമാണ് എഴുതിയത്. എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ? 1905 ജനിച്ചു. 1905 ജനുവരി 22 ജനിച്ചത്. അന്തരിച്ചതോ 1998 ഡിസംബർ 2 അന്തരിച്ചു. മേരി ജോണ് അന്തരിക്കുന്നതിന് മുമ്പ് ഒരു കവിത എഴുതി. എൻ്റെ പനിനീർ ചെടി എന്ന് പറയുന്ന ഒരു കവിത എഴുതി. ലേബറിൽ നോക്കിയാൽ കുറച്ചും കൂടെ പറഞ്ഞു തരാൻ പറ്റും. ലാസ്റ്റ് സമയം ഉണ്ടെങ്കിൽ ഇത് എൻ്റെ വീഡിയോ ആയിട്ട് അറിഞ്ഞൂടല്ലോ. സമയം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. അപ്പം ഞാൻ ഒന്ന് ഇത് വായിക്കാം. വായിച്ചിട്ട് അർത്ഥം ഞാൻ ലിമിറ്റിൽ പറഞ്ഞു തരാം. അങ്കണത്തിൽ അലങ്കാരമായൊരു ചെമ്പന്നീർ ചെടി നട്ടു വളർത്തി ഞാൻ. ജാതമോദീന തുവാസരം ശ്യാമളാംഗി ജലധാര പകർന്നു ഞാൻ. അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞു തരാം. അങ്കണത്തിൽ അലങ്കാരമായൊരു ചെമ്പന്നീർ ചെടി നട്ടു വളർത്തി ഞാൻ. അപ്പം ഈ മേരി ജോൺ കുഞ്ഞാട്ടുകുളം അങ്കണത്തിലെ അലങ്കാരമായൊരു ചെമ്പന്നീർ ചെടി നട്ടു വളർത്തി. വീടാണെന്ന് തോന്നുന്നു അങ്കരം എന്ന് പറയുന്നത്. നട്ടു വളർത്തി. അപ്പം ഇത് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് നട്ടു വളർത്തി. അലങ്കാരമായൊരു ചെമ്പന്നീർ ചെടി നട്ടു വളർത്തി ഞാൻ. ജാതമോദമതിനനുവാസരം. അതിൻ്റെ വാസന ഭയങ്കരമായിരുന്നു. മേരി ജോൺ കുഞ്ഞാട്ടുകുളം ഭയങ്കര ഇഷ്ടമായിരുന്നു അതിൻ്റെ വാസന. ശ്യാമള ശീതളാംഗ ജലധാര പകർന്നു ഞാൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ശീതള ജലധാര പകർന്നു ഞാൻ വെച്ച് കഴിഞ്ഞാൽ ജലം അതിന് പകർന്നു കൊടുത്തു. നല്ല ശുദ്ധജലം അതിന് പകർന്നു കൊടുത്തു മേരി ജോൺ. അങ്ങനെ നാൾക്കുനാളതിൽ നാം പുലർന്നതു നോക്കി നോക്കി മാനം കുളിർപ്പിക്കുവാൻ. മുട്ടുതോറും കിളിർക്കും മുളകളെ ശുദ്ധകീടം കരളാതെ കാക്കുവാൻ. നാൾക്കുനാളതിൽ നാം പുലരുന്നത് നോക്കി നോക്കി മാനം കുളിർപ്പിക്കുവാൻ. ഈ നാൾക്കുനാള് കാത്തിരുന്നു. നാൾക്കുനാള് നാം പുലരുന്നതു അതിനകത്തൊരു നാമ്പ് പുലർജനിച്ചു. നാം പുലരുന്നതു നോക്കി നോക്കി മാനം കുളിർപ്പിക്കുവാൻ. അത് നോക്കി നോക്കിയിട്ട് ആകാശത്തിനെ കുളിർപ്പിക്കുവാൻ എന്ന് വെച്ചാൽ മഴ പെയ്യിപ്പിക്കുവാൻ. കുളിർപ്പിക്കുവാൻ. മുട്ടുതോറും കിളിർക്കും മുളകളെ ക്ഷുദ്രകീടം കരളാതെ കാക്കുവാൻ. മുട്ടുതോറും കിളിർക്കും മുളകളെ എന്ന് വെച്ചാൽ മുട്ട് വരെ കിളിർക്കുന്ന ഒരു മുളകളെ ക്ഷുദ്രകീടം കരളാതെ കാക്കുവാൻ. ക്ഷുദ്രകീടം എന്ന് വെച്ചൊരു ഇതാണ്, ഇലക്കകത്ത് വരുന്നൊരു ജീവിയാണ്. കരളാതെ കാക്കുവാൻ എന്ന് വെച്ചാൽ അത് തിന്നാതെ കാക്കുവാൻ. അങ്കുരിക്കും കുരുന്നില യുദ്രമാ മുച്ചവേലേറ്റു വാടാതെ നോക്കുവാൻ. വിസ്മരിക്കാതെ നിന്നു ഞാൻ ആ പൊതു പുഷ്പവല്ലിക്ക് കാവൽമാരാകെയായി. ഓക്കെ, ഇത്ര റെഡിയാണല്ലോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്കുരിക്കും കുരുന്നില രുദ്രമായി, സൂര്യനാന്ന് തോന്നുന്നു, കുരുന്നില രുദ്രമായി. ഉച്ചവെയിലിനാണ് ഇവിടെ പറയുന്നത്. മുച്ചവെയിലെന്ന് പറഞ്ഞു. ഉച്ചവെയിലിന് മുച്ചവെയിലേറ്റു വാടാതെ നോക്കുവാൻ. ഉച്ചവെയിലേറ്റിട്ട് അതിനെ വാടാതെ നശിക്കാതെ നോക്കി നിൽക്കും. വിസ്മരിക്കാതെ നിന്നു ഞാൻ ആ പൊതു പുഷ്പവല്ലിക്ക് കാവൽമാലാകെയായി. വിസ്മരിക്കാതെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വസിക്കാതെ ആണ് ഇതിനർത്ഥം തോന്നുന്നു. സ്മരിക്കാതെ നിന്നു ഞാൻ ആ പുതു പുഷ്പവല്ലിക്കു കാവൽമാലാകെയായി.
പുഷ്പവല്ലിക്ക് കാവൽമാലാകയായി. ശരിക്കും കാവൽ നിൽക്കാനാണ് മേരി ജോൺ കുഞ്ഞാട്ടുകുളം. ഓക്കെ, കാവൽ നിന്നു. പുഷ്പവല്ലിക്കു കാവൽ മാലാകയായി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാം. ഈ പുഷ്പവല്ലിക്ക് കാവൽ മാലാകയായി എന്ന് മനസ്സിലാവാത്തവർ കേൾക്കണം. എന്തുവാ പുഷ്പവല്ലി ഇപ്പം നിങ്ങൾ ഒരിടത്ത് വീണ് കാലൊക്കെ മുറിഞ്ഞിരിക്കുകയാണെങ്കിൽ ഒരു വിശ്വാസം കാണുമല്ലോ ദൈവം നമ്മളെ കാക്കുമെന്ന്. അതുപോലാണ് ഇങ്ങനെ പുഷ്പവല്ലിക്കു കാവൽമാലാകയായി വെച്ചാൽ അതിനെ വാടാതെ കാത്തിട്ട് നന്നായിട്ട് കാവലൊക്കെ കൊടുത്ത് രക്ഷിക്കാനാണ് മേരി ജോൺ കുഞ്ഞാട്ടുകുളം നോക്കിയത്. അടുത്ത ഒരു സെൻറ്റൻസ് ആയിട്ടാണ്. ഓക്കെ, മഞ്ഞു പെയ്യുന്ന ഹേമന്ത സൗഭാഗം എൻ്റെ നാടിനെ പുൽകിയ വേളയിൽ. മഞ്ഞു പെയ്യുന്ന ഹേമന്ത സൗഭാഗം, മഞ്ഞ് പെയ്യുന്ന ഒരു ദിവസം എൻ്റെ നാടിനെ പുതിയതാക്കിയ വേളയിൽ. എൻ്റെ നാടിനെ പുതിയതാക്കിയ വേളയിൽ പുൽകിയ വേളയിൽ. ആകമാനം തളിർത്തു മനോഹര ശ്യാമളാംഗിയായൻ പനിനീർച്ചെടി. ആകമാനം, ആകെയുള്ള മാനമെല്ലാം തളിർത്തു, നല്ല മനോഹരമായിട്ട് ശ്യാമളാംഗിയായൻ പനിനീർച്ചെടി. ശ്യാമളാംഗിയായ എൻ്റെ പനിനീർച്ചെടിയായി. ഗിയായൻ പനിനീർച്ചെടി. ഇത്ര മനസ്സിലായല്ലോ? ശ്യാമളാംഗിയായൻ പനിനീർച്ചെടി. ശുദ്രമാക്കും തുഷാരഗണങ്ങളാൽ മുത്തണിഞ്ഞു സുമംഗലിയാകവേ. ശുദ്ധമാകും തുഷാരണങ്ങളാൽ ശുദ്ധമാക്കും തുഷാരണകാലങ്ങളാൽ മുത്തണിഞ്ഞു സുമംഗലിയാകവേ. മുത്തണിഞ്ഞു സുന്ദരിയാക്കവേ, അതാണ് അത് ഉദ്ദേശിക്കുന്നത്. മുത്തണിഞ്ഞ് സുന്ദരിയാക്കവേ. ചില്ലകൾ തോറും പുളങ്കാങ്കുരം. ചില്ലകൾ തോറും പുളങ്കാങ്കുരം എന്ന് വെച്ചാൽ റോസാപ്പൂവിൻ്റെ ഓരോരോ ചില്ലുകളില്ലേ, അത് ഫുള്ളും മുള്ള അല്ലേ? റോസാ ചെടിക്കകത്ത് ഫുള്ളും മുള്ളല്ലേ? കുഞ്ഞു കൂട്ടുകാർക്ക് ഈ പനിനീർച്ചെടി എന്താന്ന് മനസ്സിലാവത്തില്ല. ഇപ്പം പനിനീർച്ചെടി എന്ന് വെച്ചാൽ റോസാ ചെടിയാണ്. ഓക്കെ, പൂവിൻ്റെ കുറച്ച് ഇത് പറഞ്ഞുതരാം. പൂവ്, പുഷ്പം, മലർ, സുമം. ഓക്കെ, പൂവിൻ്റെ ഒരിതാ സന്തോഷം, ആനന്ദം, മോദം, അങ്ങനൊക്കെ വരും പലർക്കാം. ഓക്കെ, അപ്പം ഇത്ര ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ? നിങ്ങളിപ്പം അത്രയൊന്ന് നോക്കിക്കേ, ഞാനത് കണ്ടുപിടിച്ച് തരാം. ഓക്കെ, ചില്ലകൾ തോറും പുളങ്കാങ്കുരം ചില്ലസിച്ചു കണകുല്ലസിച്ചു മുളകാമുളങ്ങളും അതൊക്കെ വരുമ്പോൾ ഇച്ചിരി മിസ്റ്റേക്ക് വരുന്നുണ്ട്. മുളകാങ്കുളങ്ങളും എന്ന് വെച്ച് കഴിഞ്ഞാൽ മുളകാങ്കുളം എന്ന് വെച്ചാൽ ഒരു മുള്ളിനാണ് അങ്ങനെ പറയുന്നത്. പൊൻപൂലരിത്തുടുപ്പിനെ നോക്കിയ പൊൻമുകുളങ്ങൾ മന്ദഹസിക്കവേ. പൊൻപുളരിടുപ്പിനെ നോക്കിയ ആ പൂവിൻ്റെ ആ റോസാപ്പൂവിൻ്റെ ഉടുപ്പിനെ നോക്കുമ്പോൾ നമുക്കങ്ങനെ കൊതിയാവത്തില്ല. അങ്ങനെയുള്ളൊരു ഉടുപ്പുണ്ടായിരുന്നെങ്കിൽ. ഇപ്പം അപ്പുറത്തിരിക്കുന്നവനൊരു ഉടുപ്പിട്ടുകൊണ്ട് വന്ന് അപ്പം നമ്മൾ നോക്കത്തില്ല, അങ്ങനെയുള്ള ഉടുപ്പ് എനിക്കുണ്ടായിരുന്നെങ്കിലോ ഞാൻ ആഗ്രഹിച്ചു പോകത്തില്ല. ഇപ്പം ഈ ഒരു മോതിരം കണ്ട് ഇങ്ങനൊരു മോതിരം അപ്പുറത്തെ കയ്യിലും കൂടി ഉണ്ടായിരുന്നെങ്കിലോ എന്തൊരു ഭംഗിയായിരിക്കും. അരങ്ങേറ്റത്തിന് അടിച്ചാണ്. അപ്പം നമ്മൾ പുൽകിയ വേളയിൽ ഓക്കെ പൊൻപുലരി ഉടുപ്പിനെ നോക്കിയ പൊൻമുകളങ്ങൾ മന്ദഹസിക്കവേ. സന്തോഷമായി മേരി ജോൺ
ഒന്ന് സന്തോഷമായി എൻ്റെ ഉടുപ്പിൽ നോക്കിയപ്പോൾ നല്ലതായിട്ട് തളിർത്ത് വളർന്ന് എൻ്റെ പനി നേർച്ചടി സൂപ്പറായി. ഒരു സന്തോഷം. ആർത്തിരമ്പുകയായനു വേലമേ നന്ദരം ഗത്തിലാനന്ദസാഗരം. അതിനെ നോക്കിയപ്പം ആദിരമ്പുക കഴിഞ്ഞാൽ അത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് വാടിപ്പോയി. വാടുന്നതിന് മുമ്പിട്ട് നല്ല മനോഹരമായിരുന്നു. ശരി, ഇതിനകത്ത് നിങ്ങൾക്കൊരു കഥ മനസ്സിലായി കാണും. ഈ ചെടിയെ കുറിച്ചാണ് ഈ മേരി ജോൺ എഴുതിയേക്കുന്നത്. ഈ കഥ മനസ്സിലായി. ഞാൻ കട്ട് ചെയ്തു കേട്ടോ ഒന്നും കൂടെ. അത് വല്ലാത്ത ഇതല്ലേ. ഞാൻ അവിടെ വിളിച്ച് മഴക്കുറവ് ഇതിലിപ്പോൾ ഫോൺ എടുത്തുകൊണ്ടൊക്കെ ഇരിക്കുന്നത് അങ്ങനെ ചോദിച്ചിട്ട്. ഇതിനകത്തുനിന്ന് തെറ്റുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കാൻ നേരത്താത്ത പോലെ. എന്തുവാ ഞാൻ പറഞ്ഞത് വീണ്ടും പറഞ്ഞെങ്കിൽ എനിക്ക് ഓർമ്മയില്ല. ഞാൻ അത് സംസാരിച്ചിട്ട് വന്നുകൊണ്ട് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഇതിടുന്നത്. അപ്പം എന്തുവാ ഇതിനകത്തൊരു വേളയിൽ എടുക്കാത്ത നിങ്ങൾക്ക് മനസ്സിലായി കാണും. മേരി ജോൺ നട്ടൂര് പൂവിനെ കുറിച്ചാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ വന്നിട്ട് താഴ്ന്നു വരുന്നത് വരെയുള്ളതാണ് പറയുന്നത്. അപ്പോഴോ അപ്പം നിങ്ങളാണെങ്കിൽ ഒരു സൂപ്പർ സാധനം നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തട്ടെ. ഇങ്ങനെ ഉടുപ്പിനൂടെ കിട്ടുന്ന ഇങ്ങനത്തെ ഒരു വേസ്റ്റ് സാധനങ്ങൾ കാണുമല്ലോ അല്ലേ? ഉടുപ്പിൻ്റെ കൂടെ ഒക്കെ മേടിക്കുമ്പോൾ ഓൺലൈനിൽ നിന്ന് മേടിക്കുമ്പോഴൊക്കെ കിട്ടുന്നത്. അതിങ്ങനെ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ ഓല വീടൊക്കെ ഉണ്ടാക്കുമ്പം ആവശ്യം വരും കേട്ടോ. ഇല്ല ഓലയായിട്ടൊക്കെ ഇങ്ങനെ വെക്കുമ്പോൾ നല്ലൊരു ഭംഗിയല്ലേ. കുറച്ച് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. എന്തുവാ തൊണ്ട വെച്ചിരി അടഞ്ഞിരിക്കുവാണെന്ന് ശ്രമിക്കാം. അപ്പം എന്തുവാ ഈ കഥയാണെങ്കിൽ സൂപ്പർ ഒരു കഥയാണ്. പക്ഷെ വായിക്കാൻ ഇച്ചിരി പാടുണ്ടെന്നേ ഉള്ളല്ലേ. അപ്പം ഇത് കേൾക്കുമ്പോൾ നല്ലൊരു ക്യൂട്ട് കഥയായിട്ടാണ് തോന്നുന്നേ. ഈ മേരി ജോൺ സൂപ്പറായിട്ടൊരു കഥ എഴുതിയതാ. അന്ന് തൊട്ടേ ഇത് ഓരോരുത്തവരിങ്ങനെ പാടി പാടി വന്ന് ഇപ്പം ഈ കാലത്ത് വരെ ഈ പാഠപുസ്തകത്തിൽ വരെ ഇവിടെ അച്ചടിച്ച് വെക്കാൻ തുടങ്ങി. അതുകൊണ്ടാണ് ഈ മേരി ജോൺ കുഞ്ഞാട്ടുകുള കുട്ടികൾക്ക് എല്ലാവരുടെ ഒന്ന് തെളിച്ച ഫോട്ടോ കാണിക്കണമെങ്കിൽ ഇവിടെ കാണിക്കാം. കണ്ടോ ഇതാണ് മേരി ജോൺ കുഞ്ഞാട്ടുകുളത്തിൻ്റെ ഫോട്ടോ. ചിലപ്പോൾ ചിലവർ കാണുമ്പോൾ ഒന്ന് പേടിയാക്കും. മേരി ജോൺ കുഞ്ഞാട്ടുകുളം. ഈ സോഴ്സ് ഇതിപ്പം നമ്മൾ ഈ പാഠം ഫുള്ള് പഠിപ്പിക്കാനാണ് അവിടെ വന്നത്. നിങ്ങളാണെങ്കിൽ ട്യൂഷനൊക്കെ പോവും. പക്ഷെ നമ്മളിങ്ങനെ യഥാർത്ഥത്തിൽ ഇങ്ങനെ അങ്ങോട്ടിരുന്ന് പഠിക്കണം കേട്ടോ. അങ്കണം, മുറ്റം, കുറച്ച് സാധനങ്ങൾ ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾക്കത് മനസ്സിലാവുന്നെങ്കിൽ ഒരു നോട്ട്ബുക്കിൽ എങ്ങാനും എഴുതി വെക്കണേ. അപ്പം നിങ്ങളാണെങ്കിൽ വേഗം പോയിട്ട് ഒരു നോട്ട്ബുക്ക് എടുത്തുകൊണ്ട് വന്നോ. ഞാൻ പറയട്ടെ. അങ്കണം, മുറ്റം എടുത്തോണ്ട് വരാത്തവർ വേണ്ട, ഒന്ന് കേട്ട് പഠിച്ചു വെച്ചാൽ മതി. എന്തായാലും ഒരു ക്വസ്റ്റ്യൻസിനും ഇതിപ്പം LSSൻ്റെ ആയാലും എന്തോത്തിനാണേലും ചോദിക്കാം. അങ്കണം, മുറ്റം, ചസ്വിരം, അഞ്ചിരം, മാനം, ആകാശം, മാനം, മനസ്സ്, ചിത്തം, മാനസം, സാഗരം, അഭിധി, ആഴി, സമുദ്രം, വല്ലി, ലത, വള്ളി, പ്രതത്തി, മോദം, ആമോദം, സന്തോഷം. ഇനി നിങ്ങൾക്ക് ലേബറിൻ്റെ ഏത് മേടിച്ചാൽ ഇങ്ങനെ കിട്ടും എന്നൊന്നും അറിഞ്ഞൂടല്ലോ. അപ്പം ഇതിനകത്ത് ഈ അടുത്ത കഥയായിട്ട് എന്തോ വേണമെന്ന് ഞാൻ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യണം. ഇംഗ്ലീഷ് എടുക്കണോ, മലയാളം? ഇനി മലയാളം പറഞ്ഞാൽ ഞാൻ എടുക്കാം. മലയാളം എടുക്കണോ, മാത്സ് എടുക്കണോ, എന്തെടുക്കണോ നിങ്ങൾ കമൻറ്റ് ഇടുക ഗൈസ്. ബൈ. സബ്സ്ക്രൈബ് ചെയ്യണേ.